വിശ്വാസത്തെ കണ്ട്, ആ കൊണ്ടുവന്ന 4 പേരുടെയും വിശ്വാസം കണ്ട് ആ തളർവാദ രോഗിയുടെ മേൽ ഒരു അത്ഭുത സൗഖ്യത്തെ അയച്ചു. എന്നെ കേൾക്കുന്ന നിങ്ങളൊരു മാതാവോ പിതാവോ സഹോദരനോ സഹോദരിയോ സമർപ്പിതനോ ആരുമാകട്ടെ, നിങ്ങൾ ചിലരെ ഈ വചനത്തിലേക്ക് കൊണ്ടുവന്നവരുണ്ട്, കേൾക്കാൻ പറഞ്ഞവരുണ്ട്, കൂടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തെ പോലും ദൈവം മാനിക്കും. എങ്ങനെയാ ഈ വ്യക്തിയെ കൊണ്ടുവന്നേ? കട്ടിലേക്ക് കിടത്തി തളർവാദം പിടിച്ച അവസ്ഥയിൽ ആയിരിക്കുന്ന അവസ്ഥ അതായിരുന്നു. പക്ഷെ തിരിച്ചു പോയത് കട്ടിലേക്ക് കിടക്കുന്ന അവസ്ഥയിലല്ല. ആ വ്യക്തി എഴുന്നേറ്റ് സൗഖ്യത്തോടെ എഴുന്നേറ്റ് പോയപ്പോഴാണ് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതം അവിടെ കണ്ടത്. ഇന്ന് തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്ന പോലെ അല്ല നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളെ അവരായിരിക്കുന്ന അവസ്ഥയോടെ ദൈവസന്നിധിയിൽ എത്തിക്കുവാണ്. അവരായിരിക്കുന്ന അവസ്ഥയിൽ പഠിക്കുന്നില്ല, ഉഴപ്പുന്നു, അവരുടെ സ്വഭാവത്തിലെ മാറ്റം, പെരുമാറ്റത്തിലെ പ്രത്യേകത, കൂട്ടുകെട്ടിലെന്തോ പ്രശ്നമുള്ളതുപോലെ, ഇടപാടുകളിലെന്തോ കുഴപ്പമുള്ളതുപോലെ, എന്തൊക്കെയോ അവരെ ഓർത്തൊരു ഭയമുണ്ട്, ടെൻഷനുണ്ട്, ആകുലതയുണ്ട്. അവർ സത്യമാണോ പറയുന്നത്, കള്ളമാണോ പറയുന്നത്, ഒന്നും മനസ്സിലാകുന്നില്ല, ഒന്നും പറയുന്നില്ലല്ലോ, ഒന്നും തുറന്നു പറയുന്നില്ലല്ലോ, ഇവരൊക്കെ എന്താ ഇങ്ങനെ? അവരുടെ ആ അവസ്ഥയിൽ മാതാപിതാക്കളായ നമ്മൾ അവരെ ദൈവസന്നിധിയിൽ കൊണ്ടുവരുവാണ്, ദൈവസന്നിധിയിൽ എത്തിക്കുവാണ്. ആ തളർവാദ രോഗിയെ അവർ ദൈവസന്നിധിയിൽ എത്തിച്ചു. ഇതുപോലെ നമ്മൾ ചെയ്യുവാണ്, നമ്മൾ അനേകം ആളുകൾ ചെയ്യുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവസന്നിധിയിൽ അവർ ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിക്കുന്നു. ആയിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയത് ആ ഒരു കൊണ്ടുവരവാണ്. അല്ലെങ്കിൽ അതേ അവസ്ഥയിൽ ആ വ്യക്തി തീർന്നേനെ, മരിച്ചുപോയേനെ. പക്ഷെ ആ അവസ്ഥയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. അതാണ് എല്ലാവർക്കും അത്ഭുതമായത്. നിങ്ങളും പ്രിയരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെയൊക്കെ ദൈവസന്നിധിയിലേക്ക് ഇതുപോലെ വചനം കേൾക്കാൻ കൊണ്ടുവരണം. രാവിലെ 5, 10, 12 മിനിറ്റ് കേട്ടാൽ എല്ലാം സമയം നഷ്ടമാ എന്ന് ചിന്തിക്കരുത്. പ്രധാനപ്പെട്ടതിന് ആദ്യ സമയം കൊടുക്കണം. കേൾക്കേണ്ടത് ആദ്യം കേൾക്കണം, അറിയേണ്ടത് ആദ്യം അറിയണം, മനസ്സിലാക്കേണ്ടത് ആദ്യം മനസ്സിലാക്കണം, വില കൊടുക്കേണ്ടതിന് ആദ്യം വില കൊടുക്കണം, പ്രാധാന്യമുള്ളതിന് ആദ്യം പ്രാധാന്യം കൊടുക്കണം. അപ്പോൾ ജീവിതത്തിന് മൊത്തത്തിൽ അവസ്ഥയ്ക്ക് മാറ്റം വരും. അവസ്ഥയ്ക്ക് ഇന്നത്തെ അവസ്ഥയായിരിക്കില്ല നാളെ